അങ്ങനെ ബിഗ് ബോസ് ഹൗസിൽ ഓരോരുത്തരുടെ ഫാമിലി ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ആദ്യം അനീഷിൻ്റെയും ഷാനവാസിൻ്റെയും ഫാമിലിയാണ് വന്നത്. പിന്നെ ബിന്നിയുടെ ഫാമിലി. ഇപ്പോൾ ഇതാ ആദിലയുടെയും നൂറയുടെയും ആളുകളാണ് വന്നിട്ടുള്ളത്. എന്നാൽ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് അവരുടെ മാതാപിതാക്കൾ അതുപോലെ അവരുടെ വീട്ടുകാരെ ആരെങ്കിലും ആണ്. എന്നാൽ അവർ വന്നിട്ടില്ല. ആദിലയും നൂറയും അതുപോലെ തന്നെ പ്രതീക്ഷിച്ചിരുന്നു അവർ വന്നെങ്കിൽ എന്നുള്ളത്. എന്നാൽ ആദിലയുടെയും നൂറയുടെയും ഫാമിലി വരാത്തതിൽ അവർക്ക് ദുഃഖമുണ്ട്. അവർ ബിഗ് ബോസിനോട് ആ ഒരു പരിഭവം പറയുന്നുണ്ട്. ഒന്ന് റോബിനുമായിട്ടൊക്കെ എപ്പോഴും വഴക്കുണ്ടാക്കിയിരുന്ന ആ ഒരു ജാസ്മിനാണ്. 2 ദിയാസന. ഇവർ വരുന്ന സമയത്ത് അവർക്ക് ടാസ്ക് കൊടുത്തിരിക്കുകയാണ് ബിഗ് ബോസ്. ആദിലയും നൂറയും ആക്ടിവിറ്റി ഏരിയയിൽ ടാസ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ കുബറിൻ്റെ ഫാമിലിയും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, പറയാൻ വിട്ടുപോയി. ദിയാസനയും ജാസ്മിനൊക്കെ വരുന്നത് അവർ ആ ഒരു ആക്ടിവിറ്റി ഏരിയയിൽ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അവർക്ക് കൊടുത്ത ടാസ്ക് കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഈ ഒരു സമയത്ത് ചർച്ചയാവുന്നത് അവരുടെ ഫാമിലിയാണ്. ഫാമിലി എന്തുകൊണ്ട് വന്നില്ല എന്നുള്ളതാണ് എല്ലാവരുടെയും മനസ്സിലൊരു ചോദ്യം. കാരണം എല്ലാവരുടെയും ഫാമിലിയാണല്ലോ വരുന്നത്. ആദിലയും നൂറയും ഒരുപാട് ആഗ്രഹിച്ചിരുന്നു അവരുടെ ഫാമിലിയെ കാണാനും. ആ ഒരു സങ്കടം അവരുടെ മനസ്സിലിങ്ങനെ കിടക്കുകയാണ്. അവർ പറഞ്ഞിട്ടും കാര്യമില്ല. മാതാപിതാക്കളെ ഉപേക്ഷിച്ചിട്ട് ഇവർക്കൊന്നും വേണ്ട, ഇനി അവരെയൊന്നും വേണ്ട, ഇനി ഞങ്ങൾ ഒറ്റയ്ക്ക് മതി എന്നൊരു തീരുമാനം ഇവരെടുത്ത് പോകുന്നതാണല്ലോ. അപ്പോൾ പിന്നെ മാതാപിതാക്കളെയും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എന്തായാലും ദിയാസനയും ജാസ്മിനും ഇനി എത്ര ദിവസം നിൽക്കും എന്നറിയില്ല. ഇനി ഇങ്ങോട്ട് എപ്പിസോഡ് നമുക്ക് കണ്ടറിയാം.